കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദശകവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കൈകുപ്പി ശിരസ് നമിച്ച് നിൽക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങയുടെ ആണിപ്പെടുതാർന്ന വലതു കരത്താൽ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിന്റെ ഹൃദയത്തിലേക്ക് ഉച്ചമുള്ളംകാല് വരെ ഇറങ്ങട്ടെ. എല്ലാ കോശങ്ങളും പേശികളും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. നീ ഇന്ന് എവിടെയെല്ലാം സഞ്ചരിക്കുന്നുവോ, ആരോടെല്ലാം സംസാരിക്കുന്നുവോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ, ഏതെല്ലാം ചർച്ചകളിൽ സമ്മേളനം പങ്കെടുക്കുന്നുവോ, എന്തെല്ലാം തീരുമാനങ്ങൾ എത്തിച്ചേരുന്നുവോ, ആ തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുകയും കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ സീൽ ചെയ്യപ്പെടുകയും ചെയ്യട്ടെ. അത് നടത്തിക്കാനുള്ള എടുത്ത തീരുമാനത്തിൽ നടത്തിക്കാനുള്ള ഇച്ഛാശക്തിയാൽ കർത്താവ് പരിശുദ്ധാത്മ നൽകിക്കൊണ്ട് നിന്നെ ബലപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ യാത്രകൾ, നിൻ്റെ സംരംഭങ്ങൾ, നിൻ്റെ വിനിമയങ്ങൾ, നിൻ്റെ വ്യാപാരങ്ങൾ, നിൻ്റെ ഇടപഴകുകളെല്ലാം കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നീ ഇന്ന് അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രത്യേക പ്രതിസന്ധിയോ പ്രയാസമോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എതിരാളിയായി നിൽക്കുന്ന വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധരത്ത് നൽകപ്പെട്ടിട്ട് അവന് അവൾക്ക് മനസ്സാന്തരം ഉണ്ടാവുകയും നിനക്ക് അനുകൂലമായ തീരുമാനം എടുക്കാൻ വേണ്ടി ദൈവം നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികളും
ഈ കാലങ്ങളിലൂടെ കൃപാസനം നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യപ്പെടട്ടെ. In Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit, infuse His Spirit of power and grace. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദൈവശക്തിയാൽ നീ ഇന്നത്തെ ദിവസം ആശീർവദിക്കപ്പെടട്ടെ. ഓക്കെ, താങ്ക് യു. നമുക്കിന്ന് ഫെബ്രുവരി 3-ാം തീയതി തിങ്കളാഴ്ച നടപടി പുസ്തകം 14:26 വായിക്കാം. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. അവിടെ അപ്പോസ്തലന്മാരുടെ കപ്പൽ യാത്രയെ കുറിച്ച് പറഞ്ഞാണ്. അവിടെ ലൂക്കാസ് സുവിശേഷത്തിന്റെ വിവരണമാണ്. പൗലോസിന്റെ കപ്പൽ യാത്രയാണ്. അവിടെ നിന്ന് അന്ത്യോക്യയിൽ ഞങ്ങൾ കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഫലമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. അതായത് നമുക്കറിയാമല്ലോ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. പ്രാർത്ഥന മൂലം നമുക്ക് കിട്ടുന്നത് അനുഗ്രഹമാണ്. പക്ഷെ ദൗത്യത്തിന് നമുക്ക് വേണ്ടത് ദൗത്യം കണ്ട അവർ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായ ദൈവകൃപയ്ക്ക് അവർ ഫലമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണ്. ഇവിടെ വെച്ചാണ് അന്ത്യോക്യയിൽ കൃപയുടെ അപ്പോസ്തലന്മാർക്ക് കൃപ കിട്ടിയ സ്ഥലമാണ്. എന്താണ്? തങ്ങൾ നിർവഹിക്കാൻ പോകുന്ന പ്രവർത്തനത്തിന്, ദൗത്യത്തിന് എന്ന് വെച്ചാൽ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രേക്ഷിത പ്രവർത്തനമാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയാണ്, അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ്. അതിന് വേണ്ടത് അനുഗ്രഹമല്ല. അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സാണ്, ഭൗതിക ആനുകൂല്യങ്ങളാണ്. അത് ഡെഡ് ആൻഡ് ഗോയാണ്, യൂസ് ആൻഡ് ത്രോയാണ്. പക്ഷെ അതേസമയം തന്നെ കൃപയെന്ന് പറയുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ തനത് ശക്തിക്കാണ് കൃപയെന്ന് പറയുന്നത്. കൃപ നിറയുമ്പോൾ കർത്താവിനെ കൈമാറാൻ തോന്നും. കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് വിശ്വാസം കൈമാറാൻ തോന്നും. അതായത് കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് വിശ്വാസം കൈമാറണം. കാര്യം നീ ഏറ്റെടുത്തിരിക്കുന്ന, പലപ്പോഴും തോന്നാറുണ്ട്, ഈ പ്രത്യേക ശുശ്രൂഷയ്ക്ക് കർത്താവ് നിശ്ചയിച്ചതിന് ശേഷമാണ് ഞാൻ യേശുവിനെ കുറിച്ച് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുന്നത്. കാര്യം പലരെയും നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ, എൻ്റെ അടുത്ത് വന്ന ആളിനോട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു, എന്നിട്ട് അവരോട് കർത്താവിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു, ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു, കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു, മാതാവിനെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ അടുത്ത് പ്രയാസം പറഞ്ഞവരുടെ എല്ലാം ഞാൻ കൃപാസന അമ്മയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നിനക്ക് കൃപ കിട്ടിയെന്ന് എൻ്റെ അർത്ഥം. കാരണം ദൗത്യത്തിന്, മിഷന് വേണ്ടത് കൃപയാണ്. ആ പവർ ഓഫ് ഗോഡാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് ഈ പവറിൻ്റെ ഇഫക്റ്റാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, കറണ്ടാണ് കൃപയെങ്കിൽ അതിൻ്റെ ശബ്ദം, വെളിച്ചം, കാറ്റ്, ഫാൻ, ലൈറ്റ്, മൈക്ക്, ഇതൊക്കെയാണ് അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകൾ. കറണ്ട് പോകുമ്പോൾ എല്ലാം പോകും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതാണ് ഈ തുടക്കക്കാരാണെങ്കിൽ കുറേശ്ശെ സുവിശേഷ വേല ചെയ്ത് പഠിക്കണം. അപ്പോഴും നമുക്ക് പവർ കിട്ടാൻ തുടങ്ങും. ഈ പവർ ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താ കാര്യം? ഇവാഞ്ചലൈസേഷന് വേണ്ടത് പവറാണ്. മറ്റതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക പവറിൻ്റെ, ജോലി, വീട്, വിവാഹം, വഴി, വീട് എന്നൊക്കെ പറയുന്നത് ഇഫക്റ്റ് ഓഫ് ദി പവറാണ്. അത് വീടൊക്കെ മേടിച്ചാലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിൽക്കേണ്ടി വരും. ഇപ്പം കേരളത്തിൽ എങ്ങനെയായാലും 15 കൊല്ലത്തിനുള്ളിൽ ഒരു 50,000 വീട് വിറ്റ് പോകും. ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ വേറെ വീട് കാനഡയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ പോയി മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കടങ്ങൾ അവർക്കുണ്ട് കിടക്കണം. കാരണം ഇത് വിൽക്കാതെ അവർക്ക് ആ കടം വീട്ടാൻ പറ്റത്തില്ല. കാര്യം മക്കളും കുടുംബം മൊത്തം അവിടെയാണ്. പല ആൾക്കാരും അപ്പനമ്മമാർ കട്ടിലൊഴിയാൻ കാത്തിരിക്കുകയാണ്. ഞാനത് നിഷേധിച്ച് സംസാരിക്കണമല്ല, ജീവിത യാഥാർത്ഥ്യമാണത്. ആരെന്തിനാ നിഷേധിക്കണം? ജീവിത യാഥാർത്ഥ്യമാണ്. ആ ഒരു സ്നേഹബുദ്ധിയാണെങ്കിൽ അവർക്ക് മനസ്സിൽ അവർക്കൊരു കണക്കൂട്ടലുണ്ട്. ഉള്ളവർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യരെ, ഇത്രയൊക്കെ ഉള്ളു മക്കളെ വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഈ ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴായാലും അത് വോൺ ഔട്ടായി പോകും. കൃപയെന്ന് പറയുന്നത് ഗലാത്യർ 6:19 കർത്താവിൻ്റെ കൃപ നിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ, ശരീരത്തിൻ്റെ കൂടെ അല്ല. വീട്, ജോലി, വിവാഹം എല്ലാം ശരീരത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ബ്ലെസ്സിങ്സാണ്. അത് യൂസ് ആൻഡ് ത്രോ. നമ്മുടെ വീട് നമുക്ക് ജപ്തി ആയി കഴിയുമ്പോൾ ചിലപ്പോൾ വിൽക്കേണ്ടി വരും. പക്ഷേ നമ്മൾ വേറെ വീട് വാങ്ങിക്കും. അപ്പം ഇങ്ങനെ വീട് അത് മാറിപ്പോകും. അനുഗ്രഹത്തിന്
ഉള്ള കുഴപ്പം ഇത് മാറി മാറി പോകുന്നു എന്നുള്ളതാണ്. കർത്താവ് ചോദിക്കണില്ലേ, നീ നേടിയതൊക്കെ ആരുടേതാകുമെന്ന്? ബ്ലെസ്സിങ്സ് അന്യാധീനപ്പെട്ടു പോകുന്നതിൻ്റെ അർത്ഥം. ലൂക്കായുടെ സുവിശേഷം 12:20 ഉണ്ട് എന്ന് പറയുന്നത്, എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, പോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും. ഇതുതന്നെയാണ് മത്തായി 16:26 പറയണത്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അപ്പോൾ അനുഗ്രഹത്തിന് ഉള്ള കുഴപ്പം ഇത് ആരുടെയെങ്കിലും ആകും നേടി വെച്ചിരിക്കണത്, ഒരുക്കി വെച്ചിരിക്കണത്. അതുപോലെ ലോകം മുഴുവൻ നേടിയാൽ പോലും അത് പ്രയോജനമില്ലാതെയായി മാറും. അനുഗ്രഹത്തിന് അങ്ങനൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയണത്, ഞാൻ ഈശോ വന്നിരിക്കുന്നത് അത്ര അനുഗ്രഹങ്ങൾ മാത്രം ഉണ്ടാക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും കൃപയുണ്ടാകാനും, കൃപ സമൃദ്ധമായ അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ കൃപ എങ്ങനെ ലഭിക്കണത്? ദൗത്യത്തിനാണ് കൃപ ലഭിക്കുന്നത്. എൻ്റെ ദൈവത്തെ ചുരുക്കി ഞാൻ പറയട്ടെ, ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ദൗത്യം നമുക്കുണ്ടാകണം. ഇപ്പം നമ്മുടെ വീട്, അത് നമ്മളെ ഒരു വീട് പണിയണം, മരിക്കണമെങ്കിൽ ഒരു വീട് സ്വന്തം വീട് കിടന്ന് ഉറങ്ങണം, അതൊരു ദൗത്യമാണ്. പക്ഷെ നമ്മളെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. മരിക്കണ മുമ്പ് എൻ്റെ ടാർഗറ്റ് മരിക്കണ മുമ്പ് 10,000 പേരെ കർത്താവിനെ അറിയിച്ചിരിക്കണം. അപ്പം എൻ്റെ ദൗത്യമാണ്. അങ്ങനെ അറിയാത്തവരാണ്, അറിഞ്ഞവരല്ല, അറിഞ്ഞവർ. ചിലപ്പോൾ ഞാൻ പറയും 1,00,000 പേരെ മരിക്കണ മുമ്പ് കർത്താവിനെ അറിയിച്ചിരിക്കണം. അത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്ന ടാർഗറ്റാണ്. അപ്പോൾ അറിയാത്തവരെ ഞാൻ അറിയിക്കും, ഒരു സംശയമില്ല. അതാണ് ദൗത്യം, അതാണ് കൃപ ലഭിക്കുന്നത്. നമ്മുടെ ദൗത്യത്തിന് നമുക്ക് എങ്ങനെയെങ്കിലും PhD എടുക്കണം. PhD എടുത്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? കോളേജ് ജോലി കിട്ടും, അല്ലേ? ജോലിയുടെ ഇത് കിട്ടും, ശമ്പളം കിട്ടും, കിട്ടിയ എന്ത് കിട്ടും? നല്ല അലയൻസ് കിട്ടും. നല്ല അലയൻസ് കിട്ടിയ എന്ത് കിട്ടും? പിന്നെ നല്ല വീട് പണിയാ, നല്ല ലൈഫ് സ്റ്റൈൽ കിട്ടും, സ്റ്റാൻഡേർഡ് കിട്ടും. ലൈഫ് സ്റ്റാൻഡേർഡിൽ അപ്പോൾ ഇതെല്ലാം പക്ഷേ ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടും. അതാണ് ഈശോ ചോദിക്കുന്നത്, ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും? നേടിയാലും ലോകം മുഴുവൻ നേടിയാലും എന്ത് പ്രയോജനം? അപ്പോൾ ഇതുപോലെ എന്നിട്ട് എൻ്റെ അർത്ഥം അത് നേടരുതെന്നല്ല എൻ്റെ അർത്ഥം, അതിന് 1-ാം സ്ഥാനം കൊടുക്കരുതെന്ന് എൻ്റെ അർത്ഥം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോഴേ ദൗത്യത്തിനാണ് കൃപ ലഭിക്കുന്നത്. കൃപ എന്ന് പറയുന്നത് ദൈവത്തിന് ശക്തിയാണ്. അപ്പോൾ ദൗത്യം, നിങ്ങൾക്ക് ഒരു ദൗത്യമുണ്ടായിരിക്കട്ടെ. എങ്ങനെ? കർത്താവിനെ അറിയിക്കാനും. അതെന്നെ കൃപാസനം പത്രം നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അറിയാത്ത അറിയും, അറിഞ്ഞാൽ ആഴപ്പെടും. കാര്യം പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ പിന്നെ പ്രസംഗിച്ചാൽ മതിയാവും. പറഞ്ഞു കൊടുക്കാൻ അനുഭവ സാക്ഷികൾ, എന്തുകൊണ്ട് സാക്ഷികൾ പറയിപ്പിക്കുന്നത്? അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, എല്ലാം പ്രേക്ഷിത പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും മതം മാറ്റുക എന്നല്ല അർത്ഥം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അത് നമ്മുടെ കടമയാണ്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് അവകാശമുണ്ട്. ക്രിസ്തുവിനെ അറിയാനുള്ള അവകാശത്തെ നമ്മൾ മാനിക്കണം. അങ്ങനെ അവർക്ക് അറിയാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് ദൗത്യമായി, അത് കൃപയായി. പക്ഷേ അതേസമയം തന്നെ അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഉടമ്പടി ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായി മാറുന്നതിൻ്റെ കാര്യം അതാണ്. പ്രേസ്തനാണ്.